ഹലോ മൈ ഗൈസ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മത്തൻ കൃഷി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി എങ്ങനെയാണ് മത്തൻ കൃഷി ചെയ്യുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് സ്ഥലമില്ലാത്തവർക്കും ഇതാ ഇങ്ങനെ കൃഷി ചെയ്യാം. ഞാനിതാ മത്തൻ്റെ വിത്ത് ഒന്നായിട്ടൊരു തടമെടുത്ത് പാകിയതാണ്. ഇതാ മത്തൻ നന്നായി മുളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഒരു തടത്തിൽ ഒരുപാട് വിത്തുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ തളിരല്ല തണ്ടും ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്, മുറിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പടർത്താൻ സ്ഥലമില്ലാത്തവർക്ക് ഇത് മത്തൻ്റെ ഇല തോരന് വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഉപകാരമാവും ഈ വീഡിയോ. ഇങ്ങനെ ഒരു 2 തടം മത്തൻ നടുകയാണെങ്കിൽ നമുക്ക് 10 ദിവസം കൂടുമ്പോൾ മത്തൻ്റെ ഇല തോരന് വിളവെടുക്കാം. ഇത് മത്തൻ ഉണ്ടാവില്ല കേട്ടോ. മത്തനും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വള്ളി നല്ലവണ്ണം പടരണം. അപ്പോൾ ഇത് സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനിതാ ഇതിൻ്റെ തണ്ടും ഇലയും തളിര് തണ്ടാണ് ഇട്ടത്. അപ്പം ഇതിൻ്റെ തണ്ടും ഇലയും കൂടി നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇത് ഞാൻ തണ്ടെല്ലാം മുറിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിന് വളം ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിന് ചെയ്ത് കൊടുക്കുന്ന വളം ചാണകപ്പൊടിയാണ്. കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ അടുത്തൊന്നും പശു ഒന്നുമില്ല. അപ്പോൾ ഇതാ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് മണ്ണ് മേലെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ മരട്ടിൽ മണ്ണില്ല, അപ്പോൾ കുറച്ച് മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അവിടെ കൊത്തിയിടാൻ മണ്ണില്ലാത്ത കാരണമാണ് ഞാൻ മണ്ണ് വേറെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലേശം വെള്ളം നനച്ച് കൊടുക്കാം. ഇതൊരു 10 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് ഇതേപോലെ ഇനിയും തളിരില വരും. അപ്പം നമുക്ക് തണ്ടോ തളിരിലയും മുറിച്ചെടുത്ത് തോരൻ വെക്കാം. ഇനി ഞാൻ അതിന് മേലെ കുറച്ച് ശീമക്കൊന്നയുടെ ഇല പൊത ഇടുന്നുണ്ട്. ഇത് ശീമക്കൊന്നയില പൊത ഇടുന്നത് നല്ലതാണ്. നമ്മുടെ ഇല വണ്ടിൻ്റെ ആക്രമണമൊന്നും ഉണ്ടാവില്ല. ഇതാ തോരൻ വെക്കാനുള്ള ഇല കിട്ടിയിട്ടുണ്ട്. മത്തൻ വള്ളി പടർത്താൻ സ്ഥലമുള്ളവർക്ക് ഇത് മത്തൻ്റെ വള്ളി പടരാൻ ഒരുപാട് സ്ഥലം വേണം കേട്ടോ. ഇതാ ഞാൻ പടർത്തിയതാണ്. ഞാൻ എൻ്റെ മത്തൻ വള്ളി പടർത്തി പൂവും കായി വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ ചെയ്യുന്ന വളം ചാണകപ്പൊടി, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് എന്നിവയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വള്ളി നന്നായിട്ട് പടർന്നിട്ടുണ്ട്. ഇങ്ങനെ വള്ളി പടർന്നാലേ മത്തൻ കായ്ക്കൂ.
അപ്പോൾ ഇലക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏത് സ്ഥലമില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കൃഷി രീതിയാണ് ഇത്. ഇതിനു വേണ്ടി നിങ്ങൾ വിത്ത് കടയിൽ നിന്ന് മേടിക്കണമെന്നില്ല. നിങ്ങൾക്ക് സാമ്പാറൊക്കെ വെക്കാൻ കൊണ്ടുവരുന്ന കഷ്ണത്തിൽ മത്തനിൽ നിന്നും ചിലപ്പോൾ മത്തൻ വിത്ത് കിട്ടും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൃഷി ചെയ്താൽ മതി. എന്നാൽ നമുക്ക് ഒരു 2 തടം അങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ നമുക്ക് മത്തൻ്റെ ഇല കൂട്ടാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,